ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങൾക്കൊരിക്കലും അത് തട്ടിമാറ്റി ഒന്നും ചെയ്യാനും പറ്റില്ല. എന്തു വേണമെന്ന് ആലോചിച്ച് തീരുമാനിക്കണം. അതായത് നൂർജഹാനെ ഇനി മറ്റൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ പറ്റില്ല. പിന്നിലിരിക്കുന്ന സ്വന്തം ജീവന്റെ ഭാഗമായിട്ടുള്ള കളക്ടറാവുമ്പോ ശ്രദ്ധ അല്പം കൂടുതലേ ഉണ്ടാവുള്ളൂ. ഇതെന്താ ഈ വേഷത്തില്? എന്റെ അമ്മ രാമേട്ടന്റെ ഒഴിവിലുള്ള താൽക്കാലിക വേക്കൻസിയില് വിഷ്ണുവേട്ടനാ കയറിയിരിക്കുന്നത്. ഞാൻ അറിയാതെയുള്ള നിയമന. അതെങ്ങനെ മോനെ ശരിയാവുക? ഭാര്യയുടെ ഡ്രൈവറായി ഭർത്താവോ? കാണുന്നവർക്ക് എന്തു തോന്നും? അത് ശരി, കാണുന്നവരെ കൈയടിക്കും. കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ വിശാല മനസ്കതയെ അവര് വാനോളം പുകഴ്ത്തും. ഏത് ജോലിക്ക് അതിൻ്റെതായിട്ടുള്ള അന്തസ്സുണ്ടെന്നും അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കളക്ടറെയാണല്ലോ നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് ജനങ്ങൾ പരസ്പരം ഏറ്റുപറയും. ഈ ഒരൊറ്റ സംഭവം കൊണ്ട് ശാലിനി വിഷ്ണു സാധാരണക്കാരുടെ കണ്ണിലുണ്ണിയായിട്ട് മാറും. അല്ല, ഇപ്പൊ തന്നെ ആണ് കേട്ടോ, പക്ഷെ കുറച്ചുകൂടി കൂടുതൽ ഉണ്ണിയാവും. അയ്യോ, പിണങ്ങി. അവളൊരല്പം ദേഷ്യപ്പെട്ടാ കയറിയിരിക്കുന്നത്. അതൊക്കെ ഞാൻ ഈ ഓട്ടത്തിന്റെ ഇടയിൽ ശരിയാക്കി എടുക്കില്ലേ മേഡത്തിന്റെ അമ്മേ? മാഡത്തിന്റെ അമ്മയോ? പിന്നല്ലാതെ. കാറിനകത്തെ ഇപ്പൊ ഇരിക്കുന്ന എന്റെ മേഡമാണ്. അപ്പൊ പിന്നെ മേഡത്തിന്റെ അമ്മയെന്നല്ലാതെ പിന്നെ എന്താ മേഡത്തിന്റെ അമ്മയെ വിളിക്കുക? പിന്നെ മേഡത്തിന്റെ അമ്മ കന്യ അത്രയാണ്. അപ്പോ ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ, എല്ലാം നല്ല രീതിയിൽ മിന്നിച്ചേക്കണേന്ന്. മേഡത്തിന്റെ അമ്മ ആശീർവദിച്ചാളൂ. പ്രാർത്ഥിക്കണം കേട്ടോ. പോട്ടെ. സീറ്റ് ബെൽറ്റ്. ദൈവമേ. പോവാ മേഡം. എന്റെ ദേവി, രണ്ടുപേരെയും കാത്തോളണേ. ഇതെന്റെ അച്ഛനും അങ്കിളുമാണ്. എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും നൂർജഹാൻ മാത്രമേ ഉള്ളൂ. അവളുടെ ആഗ്രഹങ്ങൾക്ക് എനിക്ക് എതിര് നിൽക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ കുട്ടികളല്ലേ, അവരുടെ മനസ്സ് ഏത് രീതിയിലാണ് നമ്മുടെ എതിർപ്പ് ഉൾക്കൊള്ളുക എന്ന് അറിയില്ലല്ലോ. അവന്റെ അച്ഛനെന്ന നിലയിൽ കാര്യങ്ങൾ അറിഞ്ഞപ്പോ അതിനനുയോജ്യമായ രീതിയിൽ സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്താൻ പറ്റുമോ എന്നറിയാനാ ഞങ്ങൾ വന്നിരിക്കുന്നത്. അത് നല്ലത്. കാര്യങ്ങൾ ഇതുപോലെ നേരാവണ്ണം മുഖത്ത് നോക്കി പറയുന്നവരെ എനിക്കിഷ്ടമാ. പക്ഷേ പറയുമ്പോ എല്ലാം പറയണമല്ലോ. എന്റെ പെങ്ങടെ മകൻ നസീറുമായി നൂറിന്റെ നിക്കാഹ് നിശ്ചയിച്ചുറപ്പിച്ചു വച്ചിരുന്നതാ. പക്ഷേ അവനിപ്പോ എവിടെയാണെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയാ. അതിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. അവനെ കാണാതായതുകൊണ്ട് മാത്രമാ ഈ നിക്കാഹ് നടക്കാതെ പോയത്. കാര്യങ്ങൾ ഇങ്ങനൊരു സാഹചര്യത്തിലായതുകൊണ്ട് ഇനിയിപ്പോ അവള് പഠിക്കട്ടെ.
അവളുടെ ആഗ്രഹവും അതാണ്. പഠിത്തം കഴിയുമ്പോ നമുക്ക് അപ്പോ ആലോചിക്കാം. അതല്ലേ നല്ലത്. മറ്റൊന്നും എനിക്കിപ്പോ പറയാനാവില്ല. അത് പിന്നെ ഈ നൂർജഹാൻ ഇവിടുന്ന് പോയ സമയത്തെ അനൂപും നൂർജഹാനും കൂടി രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് നിയമപരമായി വിവാഹം കഴിച്ചിട്ടുണ്ട്. കുട്ടികൾ കാണിച്ചിരിക്കുന്ന ഈ മുൻകരുതൽ കാരണം ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം ഇനി നമ്മുടെ ഇഷ്ടത്തിന് നടത്താൻ പറ്റില്ല. അത് ഒഫീഷ്യലി രജിസ്റ്റേർഡ് ആയതാണ്. നിങ്ങൾക്കൊരിക്കലും അത് തട്ടിമാറ്റി ഒന്നും ചെയ്യാനും പറ്റില്ല. എന്തു വേണോന്ന് ആലോചിച്ച് തീരുമാനിക്കണം. അതായത് നൂർജഹാനെ ഇനി മറ്റൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഇവരുടെ ഇഷ്ടത്തിനെതിരല്ല. ഏത് രീതിയിൽ സഹകരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. ഇനിയിപ്പോ ഇതിന് വ്യക്തമായൊരു മറുപടി പറയേണ്ടത് താങ്കളാ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാനൊന്നിനും എതിര് നിൽക്കുന്നില്ല. പക്ഷേ എനിക്കിപ്പോ നൂർജഹാന്റെ പഠിത്തം പൂർത്തിയാക്കണമെന്നുണ്ട്. അതിപ്പോ എന്റെ ഒരു ആഗ്രഹമാണ്. അതിനൊന്നും നമ്മൾ എതിരല്ല. പഠിക്കട്ടെ. പിന്നെ നല്ലൊരു ദിവസം നോക്കി നമുക്ക് ഈ ചടങ്ങ് അങ്ങ് നടത്താം. ഇരു കൂട്ടർക്കും സ്വീകാര്യമായ രീതിയിൽ അത് നടത്തണമെന്നേ ഉള്ളൂ. അതങ്ങനെ തന്നെ ഞാൻ ചെയ്യും. എന്റെ മകള് മതപരമായിട്ടല്ല, മനുഷ്യരായിട്ട് തന്നെ ജീവിക്കണമെന്ന എന്റെ ആഗ്രഹം. അതുകൊണ്ട് പഠിത്തം തീരുമ്പോ നമുക്ക് ഇതിനെക്കുറിച്ച് ആലോചിക്കാം. അങ്ങളെ ഞാൻ എന്നാ പുറത്തേക്കാം. ശരി. എനിക്കറിയാം, നമ്മളൊന്നും ജീവിച്ചതുപോലെ അല്ലല്ലോ ഇപ്പോഴത്തെ കുട്ടികളുടെ ചിന്താഗതികൾ. അതെ. ഒന്നും ആരെയും അടിച്ചേൽപ്പിക്കുന്നതിനോട് എനിക്കൊട്ടും യോജിപ്പില്ല. എന്റെ മോളുടെ സന്തോഷമാണ് എന്റെ സംതൃപ്തി. ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ തന്നെ വന്നേ. പക്ഷെ നമ്മുടെ കല്യാണത്തിന് വാപ്പച്ചി സമ്മതം തന്നപ്പോ നിന്നെ പഠിപ്പിക്കണമെന്നുള്ള ആഗ്രഹം കേട്ടപ്പോ എന്നാ പിന്നെ കുറച്ചു നാൾ വെയിറ്റ് ചെയ്യുന്നതല്ലേ നല്ലത്. പക്ഷെ എന്ന് വെച്ച് നീ എനിക്കൊരു വാക്ക് തരണം. നമ്മളെ ഒരാൾക്കും പിരിക്കാൻ പറ്റില്ലെന്ന്. ഞാൻ വരുന്നത് വരെ നീ എനിക്ക് വേണ്ടി കാത്തിരിക്കണമെന്ന്. അല്ലെങ്കിൽ നീ ഇപ്പൊ വരാൻ തയ്യാറാണെങ്കിൽ ഞാനിപ്പൊ തന്നെ നിന്നെ വിളിച്ചോണ്ട് പോവാം. ഇല്ല, ഞാനിപ്പോ വരില്ല. ബാപ്പച്ചി ഒറ്റയ്ക്കാക്കിയിട്ട് എനിക്കിപ്പോ വരാൻ കഴിയില്ല.